നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കൊണ്ടൂർക്കരയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. പട്ടാമ്പി നമ്പ്രം സ്വദേശി ഷാജഹാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്ന കീഴായൂർ സ്വദേശി പനംകുറ്റിയിൽ വീട്ടിൽ അൻവർ സാദിഖിനെ കൊണ്ടൂർക്കര റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ചാണ് നമ്പ്രം സ്വദേശിയായ ഷാജഹാൻ മർദ്ദിച്ചത്. തുടർന്ന് വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുവാനും ശ്രമിച്ചു. സംഭവത്തിൽ അൻവറിന്റെ പരാതിയെ തുടർന്നാണ് നമ്പ്രം സ്വദേശി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടിയത്. അൻവർ സാദിഖും ഷാജഹാന്റെ സഹോദരനുമുള്ള തർക്കത്തെ തുടർന്നുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് വിലങ്ങനെ ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഷാജഹാൻ ഓട്ടോറിക്ഷയിൽ നിന്നും അൻവർ സാദിഖിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു പറയുന്നു. പരിക്ക് പറ്റിയ അൻവർ സാദിഖിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. കോടതി റിമാൻഡ് ചെയ്തു. 2021 1.5 കിലോ കഞ്ചാവുമായി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടിയിരുന്നു. നാട്ടിൻപുറങ്ങൾ ഓണാഘോഷ തിമിർപ്പിൽ. വിവിധ സംഘടനകളുടെയും മറ്റു നേതൃത്വത്തിലുള്ള ഓണാഘോഷം തകൃതിയാണ്. പട്ടാമ്പി വടക്കുമുറി ധ്വനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി വടക്കുമുറി ധ്വനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തിയത്. പൂക്കള മത്സരം, ഉറിയടി, കസേരക്കളി, വടംവലി, ലെമൺ സ്പൂൺ തുടങ്ങിയ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. മാവേലിയുടെ പര്യടനവും നടന്നു. രാത്രി സ്വരം മ്യൂസിക് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. കൊപ്പം വെട്ടിക്കാട് ദേശകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വൈവിധ്യങ്ങളായ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കൊപ്പം വെട്ടിക്കാട് ദേശക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഒന്നിച്ചോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. പൂക്കള മത്സരത്തോടെയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സുന്ദരിക്ക് പൊട്ടുകുത്തൽ, കസേരക്കളി, ലെമൺ സ്പൂൺ, സൂചി നൂൽക്കോർക്കൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, തീറ്റ മത്സരം, വെള്ളംകുടി മത്സരം, ചാക്കിലോട്ടം, ഇഷ്ടികപ്പിടുത്തം, ഷൂട്ടൌട്ട്, വടംവലി, ബലൂൺ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങളായ മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി. അടിക്ക് അടിക്ക് അടിക്ക്
അടിക്ക് അടിക്ക്. കൂട്ടായ്മ പ്രസിഡന്റ് സൂരജ്, സെക്രട്ടറി സുഭാഷ്, ട്രഷറർ ഷിബിൻ കോട്ടയിൽ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. വലിക്ക് ഗൈസ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായി തിരുവോണനാളിൽ പള്ളിയിൽ ഓണസദ്യ ഒരുക്കി. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ രാജു മാർക്കോസ് മുഖ്യ കാർമ്മികനായി. വൈദികരായ ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, ഫാദർ അനി ജോൺ വെന്നിലത്ത്, വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നേൽ എന്നിവർ സഹകാർമ്മികരായി. പകൽ ധ്യാനം ഇടവക മുൻവികാരി ഫാദർ യെൽദോ എം ജോയ് നയിച്ചു. MPPM യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും ഉണ്ടായി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയൊരുക്കി വൈദികർക്കൊപ്പം നൂറുകണക്കിന് വിശ്വാസികൾ ഓണസദ്യയിൽ പങ്കാളികളായി. 5-ാം ദിവസം രാത്രി യോഗത്തിൽ നന്ദു ജോൺ ചാലക്കുടി വചന സന്ദേശം നൽകി. 8 നോമ്പ് സുവിശേഷ യോഗം ശനിയാഴ്ച അവസാനിക്കും. 7-ാം തീയതി ഞായറാഴ്ച രാത്രി മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസയും വിശുദ്ധ സൂനോറോ വണക്കവും നടക്കും. 8-ന് വിശുദ്ധ കുർബാനയ്ക്ക് കുര്യാക്കോസ് മോർ യൗസേബിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. 8 നോമ്പ് പെരുന്നാളിന് വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനകൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. ഓണാഘോഷത്തിനിടെ കാൽപന്ത് കളിയെ നെഞ്ചോട് ചേർക്കുന്ന കുട്ടികൾക്ക് കരുതലൊരുക്കി വാട്സ്ആപ്പ് കൂട്ടായ്മ. സ്പോർട്സ് കിറ്റുകളും ഫുട്ബോളുകളും വിതരണം ചെയ്തു. പട്ടാമ്പി 2-ാം മൈൽസിലായിരുന്നു പരിപാടികൾ ഒരുക്കിയത്. യോയോ ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി 2-ാം മൈൽസിൽ ദിവാൽമ ടീം സംഘടിപ്പിച്ച ഓണാഘോഷത്തിനിടെ കരുതൽ നിറഞ്ഞ പ്രവർത്തനം സംഘടിപ്പിച്ചത്. കാൽപന്ത് കളിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ആദിദേവിനാണ് മികവാർന്ന സ്പോർട്സ് കിറ്റും ഫുട്ബോളും കൈമാറിയത്. മേഖലയിലെ മറ്റു മുഴുവൻ കുട്ടികൾക്കുമായി മറ്റൊരു ഫുട്ബോളും നൽകി. കോവിഡ് കാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ ആരംഭിച്ച വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പിന്നീട് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടീം ദിവാൽമ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വടംവലി, ഉറിയടി, വഴുമരം, കസേരകളി തുടങ്ങിയ നിരവധി വാശിയേറിയ മത്സരങ്ങളും നടന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നടത്തി. ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദിവാൽമ ടീം അംഗങ്ങൾ, യോയോ ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.
ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. ഘോഷം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വാർഡ് മെമ്പർ സരിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ, വടംവലി, ഉറിയടി മത്സരം, സൈക്കിൾ റേസ് തുടങ്ങി വിവിധ മത്സരങ്ങളും ഉണ്ടായി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി റാഫി, ട്രഷറർ റാഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. തണ്ണീർക്കോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും മിസ്ബാഹുൽ ഉലൂം മദ്രസ വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഫെഡറേഷൻ പ്രവർത്തകരും സംയുക്തമായി നബിദിന ഘോഷയാത്രയും ആഘോഷ പരിപാടികളും നടത്തി. മദ്രസ പരിസരത്ത് മഹല്ല് ഉപദേശക സമിതി ചെയർമാൻ SMK തങ്ങൾ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് ഫളറുർ റഹ്മാൻ അസനി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PM മാസ്റ്റർ, മഹല്ല് ഖത്തീബ് മുഹമ്മദ് കുട്ടി മൗലവി, സദർ മുഅല്ലിം ഷറഫുദ്ദീൻ വാഫി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നബിദിന സന്ദേശ റാലിയും ഉണ്ടായി. ഭക്ഷണ വിതരണവും നടത്തി. മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരം ഞായറാഴ്ച 4:30 കൂനമുച്ചി മിലാദ് നഗറിൽ നടക്കും. താഴെ വട്ടുള്ളി മദനുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 7 ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ നബിദിനവും മാനവ സൗഹൃദ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ഞായറാഴ്ച വൈകിട്ട് 5-ന് വിവിധ മദ്രസകളിൽ നിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്ന ഘോഷയാത്ര കൂട്ടുപാതയിൽ നിന്ന് പുറപ്പെട്ട് താഴെവട്ടുള്ളി മദ്രസാങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് മാനവ സൗഹൃദ സമ്മേളനം നടക്കും. KPCC ഉപാധ്യക്ഷൻ VT ബൽറാം, CPM തൃത്താലി ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, BJP സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ്, മുസ്ലിം ലീഗ് നേതാവ് CM അലി മാസ്റ്റർ, ചാൽപ്പറ മഹല്ല് ഖത്തീബ് അബ്ദുൽ നാസർ മദനി, മാട്ടായ ജലാലിയ മഹല്ല് ഖത്തീബ് മുനീർ അഹ്സനി തുടങ്ങിയവർ പങ്കെടുക്കും. 10ഓളം മദ്രസകളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടക്കുമെന്ന് മദ്രസ ഭാരവാഹികളായ KM ഫസലുൽ ഹക്ക്, KP അക്ബർ, PP ഉനൈസുദ്ദീൻ ഹഷ്മി, ചക്കാലിക്കൽ മുഹമ്മദ് കുട്ടി, ഷെരീഫ് മേലേതിൽ, MV മഹ്മൂദ് അഹ്സനി എന്നിവർ അറിയിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ മദ്രസ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും ഭാരവാഹികളും പങ്കെടുത്ത വർണ്ണശബളമായ നബിദിന ഘോഷയാത്ര നടന്നിരുന്നു. കുറെ വർഷങ്ങളായി താഴെവട്ടുള്ളി മദനുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിനും മദ്രസ വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാർത്ഥികളുമായി സഹവർത്തിത്വത്തിൽ എത്തിച്ച് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പരിസര പ്രദേശത്തുള്ള മദ്രസയിലെ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് താഴെവട്ടുള്ളി മദനുൽ ഇസ്ലാം മദ്രസ വർഷങ്ങളായി നബിദിനാഘോഷം സംഘടിപ്പിക്കാറുള്ളത്. ചാലിശ്ശേരി സെൻട്രൽ പെരുമണ്ണൂർ മഹല്ല് കമ്മിറ്റിയുടെയും ഹിദായത്ത് സ്വിബിയാൻ മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനാഘോഷം നടത്തി. രാവിലെ മൗലീദ് പാരായണമുണ്ടായി. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് ഷാജി പതാക ഉയർത്തി. വിവിധ പരിപാടികളോടെ കുട്ടികൾ അണിനിരുന്ന ഘോഷയാത്രയും മാറ്റേകി. മധുരപലഹാര വിതരണം നടന്നു. സന്ദേശ പ്രഭാഷണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്ക് ശേഷം സമ്മാനദാനവും നടത്തി. മഹല്ല് ഖത്തീബ് ഉനൈസ് കാഫി കുരുവമ്പലം, ഷാദുലി, റഷീദ് സാഹിബ്, ഷാജി ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കറുകപ്പുത്തൂർ ചാലാച്ചിക്കര നൂരിയ മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. ഖത്തീബ് ബഷീർ സഖാഫി മാപ്പാട്ടുകര, അബ്ദുൾ ബസീർ സഖാഫി പുല്ലരിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് മാനൂക്ക പടിഞ്ഞാറെ പീടികയിൽ പതാക ഉയർത്തി. സെക്രട്ടറി ഷിഹാബ്, ട്രഷറർ ബക്കർ, കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഘോഷയാത്രയും ദഫ്മുട്ടും ഉണ്ടായി. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.